നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന ആളുകളാണോ? വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു പ്രത്യേകതരം ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫുഡ് കഴിക്കുന്നത് ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ഫീല് തോന്നാത്തവരാണോ? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും നിങ്ങൾ എടുക്കുന്ന ഡയറ്റിലുള്ള പ്രശ്നമാണ് എന്നുള്ളത്. പലപ്പോഴും നിങ്ങൾക്ക് ഡൈജഷൻ ഇഷ്യൂസും അതുപോലെ ഓവറായിട്ടുള്ള വിശപ്പ്, അതുപോലെ ഒരു നമ്മളെ വയറ് ഫുള്ളായില്ല എന്നുള്ളൊരു തോന്നൽ, ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു തോന്നൽ ഒക്കെ നിങ്ങളിൽ വന്നിട്ടുണ്ടാവും അല്ലേ? എന്നാലത് നിങ്ങളുടെ ഡയറ്റിൻ്റെ പ്രശ്നമല്ല. അത് ആക്ച്വലി നിങ്ങൾ മൈൻഡ്ഫുൾ ഈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യാത്തുള്ള പ്രശ്നമാണ്. എന്താണ് മൈൻഡ്ഫുൾ ഈറ്റിംഗ്? മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഡിസ്ട്രാക്ഷൻസ് നമുക്ക് വരാറുണ്ട്. പലപ്പോഴും ഇന്നത്തെ ഒരു ജനറേഷൻ പ്രത്യേകിച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് മൊബൈൽ നോക്കിക്കൊണ്ട് ഫുഡ് കഴിക്കുക, അതുപോലെ TV നോക്കിക്കൊണ്ട് ഫുഡ് കഴിക്കുക, അതുപോലെ മറ്റുള്ളവരോട് സംസാരിച്ചുകൊണ്ട് ഫുഡ് കഴിക്കുക, ഇതൊക്കെയാണ് പതിവ്. അത് ആക്ച്വലി മൈൻഡ്ലെസ് ഈറ്റിംഗ് ആണ്. അങ്ങനെ പോകുന്ന സമയത്ത് നമ്മളത് സ്വാഭാവികമായി നമ്മൾ കഴിക്കുന്നതിൻ്റെ സ്പീഡ് കൂടുമ്പോൾ അത് ഓവർ ഈറ്റിങ്ങിലേക്ക് പോകും. അതേപോലെ തന്നെ ഈ സ്പീഡ് കൂടുന്ന സമയത്ത് നമ്മൾ നേരെ ചവച്ചരച്ചല്ല കഴിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഡൈജഷൻ ഇഷ്യൂസും കൂടുതൽ വരാനുള്ള ചാൻസ് ഉണ്ട്, ബ്ലോട്ടിങ് പോലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം പ്രാക്ടീസ് ചെയ്യേണ്ടത് മൈൻഡ്ഫുൾ ഈറ്റിംഗ് ആണ്. അതായത് നമ്മളൊരു ഭക്ഷണം കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് കഴിക്കുക. അതായത് നമ്മൾ ഓരോ ബൈറ്റ് എടുക്കുമ്പോഴും നമ്മൾ അത് ആസ്വദിച്ചുകൊണ്ട് കഴിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ ബോഡീനെയാണ് നമ്മൾ ലിസൺ ചെയ്യേണ്ടത്. അതുപോലെ അതിൻ്റെ സ്മെല്ലും കളറും അതുപോലെ ടേസ്റ്റൊക്കെ ശരിക്കും ആസ്വദിച്ചുകൊണ്ട് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് പോർഷനിൽ കഴിക്കാൻ പറ്റും. ഓവർ ഈറ്റിംഗ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചവച്ചരച്ച് കഴിക്കാൻ പറ്റും. അതുമൂലം നമുക്ക് ഡൈജഷൻ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ കറക്റ്റ് അളവിൽ കഴിക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി ഫുഡ് കഴിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള പോർഷൻ മാത്രം എടുക്കുക. അതുപോലെ തന്നെ സ്ലോ ഡൗൺ ആയിട്ട് നമ്മുടെ ബോഡീനെ ലിസൺ ചെയ്തുകൊണ്ട് ഓരോ ബൈറ്റും ആസ്വദിച്ചുകൊണ്ട് കഴിക്കാനായിട്ട് നോക്കുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലുള്ള പ്രശ്നങ്ങൾ, നമുക്ക് ഒട്ടും കഴിച്ചിട്ടില്ല, അതുപോലെ ഡൈജഷൻ ഇഷ്യൂസും, അതുപോലെ നമുക്ക് വയറ് ഫുള്ളായില്ല എന്നുള്ള തോന്നലും, ഒരു ഡയറ്റൊക്കെ എടുക്കുമ്പോഴുള്ളൊരു ഇൻട്രസ്റ്റ് കുറവൊക്കെ മാറിക്കിട്ടും. താങ്ക് യു.